എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയുടെ കൺസ്ട്രക്ഷൻ പഠിച്ചു അല്ലെ. അതിൽ ഏതൊക്കെ പാർട്സ് ഉണ്ട്, ഏതൊക്കെ മെയിൻ പാർട്സുകൾ ഏതൊക്കെയാണ്, അത് എന്തിനാണ് ഉപയോഗിക്കുക, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കുക എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ വർക്കിംഗ് ആണ്. അത് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിലുണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്കറിയാം രണ്ട് പ്രോസസ്സിംഗ് ആണ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ നടക്കുന്നത്. ഒന്ന് നമുക്ക് ചാർജ് തരിക എന്ന് വെച്ചാൽ ബാറ്ററി എന്ത് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാറ്ററിയിലേക്ക് ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചാർജ് ലോഡ് വഴി എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ഒന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഡിസ്ചാർജിങ്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്ത ബാറ്ററിനെ നമുക്കറിയാം എന്ത് ചെയ്യാം, നമ്മൾ അതിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചാർജ് ആവും. അപ്പൊ രണ്ടാമത്തെ പ്രോസസ്സാണ് ചാർജിങ്. അപ്പൊ ഈ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഇതിൽ വരുന്ന കെമിക്കൽ റിയാക്ഷനും ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ചാർജിങ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ഡിസ്ചാർജിങ്ങിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം, ഒരു കണക്ഷൻ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം, അതായത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ കെമിക്കൽ റിയാക്ഷന് പങ്കെടുക്കുന്ന പാർട്ടുകൾ അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്ന പാർട്ടുകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് അല്ലെ. ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഏതാ, H2SO4 എന്ന് വെച്ചാൽ ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ്. അതൊന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചാണ് അല്ലെ, PbO2 എന്ന് വെച്ചാൽ ലെഡ് പെറോക്സൈഡ്. ഇനി അടുത്തത് നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പോഞ്ചി ലെഡ് എന്ന് വെച്ചാൽ Pb ആയിട്ട് എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇത്രയും പാർട്ടിനാണ് നമ്മൾ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്, പോസിറ്റീവ്, നെഗറ്റീവ്, ലെഡ് പെറോക്സൈഡ്, സ്പോഞ്ചി ലെഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആക്റ്റീവ് മെറ്റീരിയലിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം അല്ലെ, ഫുള്ളി ചാർജ്ഡ് ആയ ഒരു ബാറ്ററിയുടെ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് PbO2 ആണ്. നെഗറ്റീവ് പ്ലേറ്റ് ഏതാണ്, സ്പോഞ്ചി ലെഡ് ആണ്. അതുപോലെ ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, പോസിറ്റീവ് പ്ലേറ്റിന്റെ കളർ ഏതായിരുന്നു, ഡാർക്ക് ബ്രൗൺ ആയിരുന്നു. അതുപോലെ സ്പോഞ്ചി ലെഡിന്റെ എന്തായിരുന്നു, ഗ്രേ കളർ ആയിരുന്നു. അപ്പൊ ഫുള്ളി ചാർജ്ഡ് ആയ ഒരു ബാറ്ററിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റർ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അപ്പൊ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡാണ്. അതൊരു ലൈറ്റ് ആവാം, ഇല്ല ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിവൈസ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു റെസിസ്റ്റർ എന്ത് ചെയ്യുക, കണക്ഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കണക്ട് ചെയ്തു അല്ലെ. അപ്പൊ ഒരു ബാറ്ററിയിൽ നമ്മൾ ഒരു ലോഡ് കൊടുക്കുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുക, ഡിസ്ചാർജിങ് സംഭവിക്കുക. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഒരു ബാറ്ററിയിലേക്ക് ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ നിന്ന് എനർജി പുറത്തേക്ക് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും അല്ലെ. ആ ലോഡിലേക്ക് എനർജി ഫ്ലോ ചെയ്യും. അപ്പോൾ എനർജി എന്ത് ചെയ്യും, പുറത്തേക്കാണ് വരുന്നത്. അപ്പൊ ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ചാർജിങ്. അപ്പൊ നമുക്ക് നോക്കാം ഡിസ്ചാർജിങ്ങിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്, ഇതിന് രണ്ടിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു റെസിസ്റ്റൻസ് കണക്ഷൻ ചെയ്തു. അപ്പൊ ഉടനെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു കറണ്ട് എന്ത് ചെയ്യും, ഇതിലൂടെ ഫ്ലോ ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ റെസിസ്റ്റർ വഴി എന്ത് ചെയ്യും, ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ സൾഫ്യൂരിക് ആസിഡിൽ അതെന്ത് ചെയ്യുന്നറിയോ, സ്പ്ലിറ്റ് അപ്പ്. ക്ലിയർ ആയോ? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് ഈ H2 ഒരു പാർട്ടായി, അതുപോലെ SO4 എന്ത് ചെയ്യും, രണ്ടും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് അപ്പ് ആവും. എന്നിട്ട് ഈ SO4 നേരെ എങ്ങോട്ട് വരുന്നറിയോ, Pbയിലേക്ക് വരും. ക്ലിയർ ആയോ? അതുപോലെ H2 നേരെ എങ്ങോട്ട് വരുന്നറിയോ, ഈ ആനോഡിലേക്ക് വരും. അപ്പൊ SO4 എങ്ങോട്ട് വരും, കാഥോഡിലേക്ക് വരും. H2 എന്ത് ചെയ്യും, ആനോഡിലേക്ക് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം കാഥോഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. നമുക്കറിയാം നേരത്തെ ഉണ്ടാകുന്ന എന്താണ്, Pb ആണ് അല്ലെ. Pb ഉണ്ടാകുന്നു പ്ലസ്, നോക്കാം Pbയിലേക്ക് എന്താണ് വരുന്നത്, ഈ SO4 ആണ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും അല്ലെ. ഈ സ്പ്ലിറ്റ് ചെയ്ത SO4 നേരെ എന്ത് ചെയ്യും, കാഥോഡിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പൊ നമ്മള് പ്ലസ് SO4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, Pb പ്ലസ് SO4, PbSO4. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ലെഡ് സൾഫേറ്റ് കിട്ടി. നേരത്തെ സ്പോഞ്ചി ലെഡ് ആയത് ഡിസ്ചാർജിങ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, SO4 ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, സ്പോഞ്ചി ലെഡിൽ നിന്ന്
ലെഡ് സൾഫേറ്റ് ആയിട്ട് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ക്ലിയർ ആയോ? ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയാണ് നടക്കുന്നത്? കാഥോഡില്. അപ്പൊ നോക്കുക, കാഥോഡിൽ എന്താ സംഭവിച്ചു? നേരത്തെ PB ആയത് ഡിസ്ചാർജിങ് ചെയ്യുന്ന സമയത്ത് SO4 അയൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് നമ്മൾ എന്തായിട്ട് മാറി? PbSO4 ആയിട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുക, ആനോഡിൽ നടക്കുന്ന പ്രോസസ്. ഇനി നമുക്ക് അറ്റ് കാഥോഡ്, സോറി ഇത് കാഥോഡിലാണ്. ഇനി ആനോഡിൽ എന്താ സംഭവിക്കുക നോക്കാം. ഓക്കെ, ഇനി ആനോഡിൽ നോക്കാം. ആനോഡിൽ എന്താ ഉള്ളത്? PbO2 പ്ലസ് എന്താണ് വരിക? H2 എന്ത് ചെയ്തു? ഇങ്ങോട്ട് വന്നു അല്ലെ? നമുക്കറിയാം H2 എന്ത് ചെയ്തു? ഇങ്ങോട്ട് വന്നു. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രോസസ്സിന്റെ ഒപ്പം വീണ്ടും എന്ത് ചെയ്യുന്നറിയോ? H2SO4 എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ H2 എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. ഇനി ഈ പ്രോസസ്സിന്റെ ഒപ്പം H2SO4 കൂടി എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അപ്പൊ നോക്കിയേ, ഈ PB ഇത് ശ്രദ്ധിക്കുക കേട്ടോ. PbSO4 ആയിട്ട് എന്ത് ചെയ്തു? ചേരും. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എഴുതാം. PbSO4 ചേർന്നു, PbSO4 എന്ത് ചെയ്തു? ഫോം ചെയ്തു. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 1 ഓക്സിജൻ 2 ഓക്സിജൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. H2O, H2 പ്ലസ് O എന്ത് കിട്ടി? H2O. ഒരു വാട്ടർ എന്ത് ചെയ്തു? ഫോം ചെയ്തു. ഇനി വീണ്ടും ഇവിടുത്തെ ഒരു H2 ഉണ്ട്. ഈ ഓക്സിജൻ ചേർന്ന് വീണ്ടും എന്ത് ചെയ്യും? H2O അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 H2O ഫോം ചെയ്തു. അപ്പൊ നമ്മുടെ ഫൈനൽ ഫോമിൽ ഇതാണ്. ലെഡ് സൾഫേറ്റും വാട്ടറും എന്ത് ചെയ്തു? ഫോം ചെയ്തു. അപ്പൊ നോക്കിയേ, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആയിരുന്നു, അവിടെ ഇപ്പൊ എന്താ ഫോം ചെയ്യണേ? വാട്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. വാട്ടർ ഫോം ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യും? കുറയും. സൾഫ്യൂരിക് ആസിഡിൽ എന്ത് ചെയ്യും? വാട്ടറിന്റെ കണ്ടന്റ് എന്ത് ചെയ്യും? വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്ത് വരും. അപ്പൊ അത് കാരണം നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതിലെ ചാർജ് എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. അതിന് കാരണം എന്താണ്? വാട്ടർ ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് കിട്ടിയ ഒന്നുകൂടി നോക്കാം. ആനോഡിൽ നോക്കുന്ന സമയത്ത് PbO2 ഉണ്ട്, പ്ലസ് H2 ഉണ്ട്, പ്ലസ് H2SO4 കൂടി എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ Pbയും SO4ഉം ചേർന്ന് PbSO4 എന്ത് ചെയ്തു? ഫോം ചെയ്തു. ക്ലിയർ ആയോ? Pbയും SO4ഉം ചേർന്ന് PbSO4 ഫോം ചെയ്തു. ഇനി നോക്കാം, ഇവിടെ എന്തുണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 2 ഓക്സിജൻ എന്ത് ചെയ്യുക? ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടുത്തെ H2 ഈ ഓയും ചേർന്ന് ഒരു H2O, ഇവിടുത്തെ H2 ഓയും ചേർന്ന് അടുത്ത H2O. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 വാട്ടർ കിട്ടി. ക്ലിയർ ആയോ? 2 H2O നമുക്ക് എന്ത് ചെയ്തു? ഫോം ചെയ്തോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലായ? PbSO4ഉം 2 H2O എന്ത് ചെയ്തു? ആനോഡില് ഫോം ചെയ്തു. ക്ലിയർ ആയോ? കാഥോഡിൽ നോക്കിയാൽ എന്താ കിട്ടിയേ? PbSO4 ലെഡ് സൾഫേറ്റ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായ? ഡിസ്ചാർജിങ് സംഭവിക്കുന്ന സമയത്ത് രണ്ട് പ്ലേറ്റുകളും എന്തായിട്ട് മാറി? ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറി. അപ്പൊ നോക്കുക, PbSO4 ആയിട്ട് മാറി അല്ലെ? 2 പ്ലേറ്റുകൾ എന്തായിട്ട് മാറി? 2 PbSO4 ആയിട്ട് മാറി. ഇനി രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ 2 PbSO4 ആയിട്ട് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? H2O എന്ത് ചെയ്തു? ഫോം ചെയ്തു അല്ലെ? വാട്ടർ കണ്ടന്റ് ഫോം ചെയ്യുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതിന്റെ എന്ത് ചെയ്യും? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ എന്തായിരിക്കും അറിയോ? ഇതിന്റെ കളേഴ്സ്, അതായത് ഇതിന്റെ രണ്ടിന്റെയും കളർ എന്തായിട്ട് മാറുന്ന അറിയോ? വൈറ്റ് കളറായിട്ട് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അത് മൂന്നാമത്തെ കാര്യം. അപ്പൊ കളർ എന്ത് ചെയ്തു? രണ്ടിന്റെയും കളേഴ്സ് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. നേരത്തെ എന്തായിരുന്നു? ഇത് ഡാർക്ക് ബ്രൗണും ഗ്രേ കളറായും, ഇത് രണ്ടും മാറിയിട്ട് എന്താ? വൈറ്റ് ആയിട്ട് മാറും. ഇനി അടുത്ത കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന്റെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നറിയോ? റെഡ്യൂസ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് സംഭവിച്ചത്, അതായത് ഡിസ്ചാർജിങ് ചെയ്യുന്ന സമയത്തുള്ള ഫിസിക്കൽ ചേഞ്ചസ് നോക്കുക. ബോത്ത് പ്ലേറ്റ് എന്ത് ചെയ്യും? PbSO4 ആയിട്ട് മാറി. ലെഡ് സൾഫേറ്റ് ആയിട്ട് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. കാരണം എന്താ? വാട്ടർ ഫോം ചെയ്തുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. മൂന്നാമത്തെ, വോൾട്ടേജ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്തു? ഡിസ്ചാർജിങ് ആയിക്കഴിഞ്ഞാൽ വോൾട്ടേജ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. പിന്നെ എന്താണ്? സെൽ എന്ത് ചെയ്യും?
പുറത്തേക്കായിരിക്കും എന്ത് ചെയ്യുക എനർജി തരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക സെൽ ഗീവ്സ് ഔട്ട് എനർജി, പുറത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക എനർജി തരുന്നത്. പിന്നെ രണ്ടിന്റെയും കളേഴ്സ് ഒന്നുകൂടി ആഡ് ചെയ്യുക. കളേഴ്സ് എന്തായിരിക്കും, രണ്ടിന്റെയും കളർ എന്തായിട്ട് മാറി, വൈറ്റ് ആയിട്ട് എന്ത് ചെയ്തു ചേഞ്ച് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഡിസ്ചാർജിങ് ചെയ്യുന്ന സമയത്ത് ഈ സെല്ലിൽ സംഭവിക്കുന്ന കാര്യം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ചാർജിങ് നോക്കാം. ഇപ്പൊ ഡിസ്ചാർജ് സംഭവിച്ചു അല്ലെ, അപ്പൊ രണ്ട് പ്ലേറ്റ് എല്ലാം എന്ത് ചെയ്തു കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം സപ്ലൈ ഇതിലോട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ചാർജിങ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പൊ സർക്യൂട്ടിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു ബാറ്ററി ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സസ് ഉപയോഗിച്ച് പോസിറ്റീവ് സപ്ലൈ എന്ത് ചെയ്തു അപ്ലൈ ചെയ്തു. അതുപോലെ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു നെഗറ്റീവ് സപ്ലൈ എന്ത് ചെയ്തു അപ്ലൈ ചെയ്തു. അപ്പൊ ബാറ്ററി ഒരു എക്സ്റ്റേണൽ ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകും ഈ ബാറ്ററിയിലേക്ക് സപ്ലൈ കൊടുക്കാൻ പോകും ഏതെങ്കിലും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു റെക്ടിഫയർ സർക്യൂട്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യാം നമ്മൾ ബാറ്ററിയിലേക്ക് സപ്ലൈ കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഇവിടുന്ന് ബാറ്ററിയിൽ നിന്ന് എന്ത് ചെയ്യും ഒരു കറണ്ട് നമ്മളുടെ ചാർജ് ചെയ്യേണ്ട ബാറ്ററിയിലേക്ക് എന്ത് ചെയ്യും സെല്ലിലേക്ക് എന്ത് ചെയ്യും ഫ്ലോ ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുക നോക്കാം. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള് ഇവിടെ എന്തുണ്ട്, പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന PbSO4, നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന PbSO4. രണ്ടും എന്താണ് PbSO4 ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു ഡിസ്ചാർജിങ് കണ്ടീഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമ്മൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യും H2SO4 എന്ത് ചെയ്യും സ്പ്ലിറ്റ് ചെയ്യും. ക്ലിയർ ആയോ, ഇവിടുന്ന് എന്ത് ചെയ്യും H2SO4 ആയിട്ട് എന്ത് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തു. ഇനി സംഭവിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ പ്രാവശ്യം SO4 ആണ് എങ്ങോട്ട് പോയത് കാഥോഡിലേക്ക് പോയത്, H2 എങ്ങോട്ട് പോയി ആനോഡിലേക്ക്. ഇനി ഈ ചാർജിങ് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും ഈ പ്രോസസ്സ് റിവേഴ്സിങ് സംഭവിക്കും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SO4 എങ്ങോട്ട് എന്നറിയോ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. എന്ന് വെച്ചാൽ കാഥോഡ് ആനോഡിലേക്ക് ഫ്ലോ ചെയ്യും. അതുപോലെ H2 എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന അറിയോ കാഥോഡിലേക്ക് എന്ത് ചെയ്യും ഫ്ലോ ചെയ്യും. ക്ലിയർ ആയോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെയാണ് H2SO4 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, രണ്ട് അയൺസ് ആയിട്ട് എന്ത് ചെയ്യും മാറും. എന്നിട്ട് ഇവിടെ സംഭവിക്കുന്ന SO4 ആനോഡിലേക്കും H2 എന്ത് ചെയ്യും കാഥോഡിലേക്കും. അപ്പൊ ഫസ്റ്റ് നമുക്ക് കാഥോഡിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഓൾറെഡി നമുക്ക് നേരത്തെ PbSO4 ആണ് എന്ത് ചെയ്ത് പ്ലേറ്റ് ഫോം ചെയ്ത്. ഇനി അങ്ങോട്ട് പോകുന്ന എന്താണ് H2 ആണ് ഇങ്ങോട്ട് പോവാ കാഥോഡിലേക്ക് പോവാ. അപ്പൊ പ്ലസ് എന്ത് ചെയ്യും H2. അപ്പൊ കാഥോഡിലേക്ക് എന്ത് ചെയ്തു H2 കൂടി എന്ത് ചെയ്തു ഫ്ലോ ചെയ്തു. ഓക്കെ, ഇനി കെമിക്കൽ ആക്ഷൻ നോക്കുക. SO4ഉം H2ഉം കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും H2SO4. അപ്പൊ ഫൈനല് Pb പ്ലസ് H2SO4. അപ്പൊ നമുക്ക് നോക്കിയേ പഴയ എന്ന് വെച്ചാൽ ചാർജിങ് ആയാൽ ഫുള്ളി ചാർജ് ആയി ഉണ്ടാവുന്ന അതേ ഫോമിലേക്ക് എന്ത് ചെയ്തു കൺവേർട്ട് ചെയ്തു. അപ്പൊ നെഗറ്റീവ് പ്ലേറ്റ് ചാർജിങ് ആവുന്ന സമയത്ത് എന്തായിട്ട് മാറി ലെഡ് പെറോക്സൈഡ്, സോറി സ്പോഞ്ചി ലെഡ്. അപ്പൊ എന്ത് ചെയ്തു കാഥോഡ് എന്തായിട്ട് മാറി സ്പോഞ്ചി ലെഡ് പ്ലസ് H2SO4 എന്ന് വെച്ചാൽ എന്താ വീണ്ടും അവിടെ എന്ത് ഫോം ചെയ്തു സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്തു ഫോം ചെയ്തു. ക്ലിയർ ആയോ. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യും കൂടും. ക്ലിയർ ആയോ. അപ്പൊ കാഥോഡിൽ സംഭവിക്കുന്ന PbSO4ന്റെ ഒപ്പം എന്ത് ചേർന്നു H2 അയൺസ് വരുന്ന സമയത്ത് H2ഉം SO4ഉം ചേർന്ന് H2SO4 ഫോം ചെയ്തു. അതുപോലെ പഴയ ഫോമിലേക്ക് എന്ത് ചെയ്തു ഇത് മാറി എന്ന് വെച്ചാൽ സ്പോഞ്ചി ലെഡ് ആയിട്ട് എന്ത് ചെയ്യും വീണ്ടും കൺവേർട്ട് ചെയ്തു. ഇത് എവിടെയാണ് നടക്കുന്നത് കാഥോഡിലാണ് നടക്കുന്നത്. ഇനി നമുക്ക് ആനോഡിൽ നോക്കാം. അറ്റ് ആനോഡ് ഓക്കെ, ഇനി പഴയ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം. PbSO4 പ്ലസ് 2 വാട്ടർ അല്ലെ. അപ്പൊ നമുക്ക് 2H2O. ക്ലിയർ ആയോ, രണ്ട് വാട്ടർ ഫോം ചെയ്തു പ്ലസ് ഇനി അതിലേക്ക് എന്താ പോകുന്നത് നോക്കിയേ ആനോഡിലേക്ക് എന്താ പോവാ SO4. അപ്പൊ എന്ത് ചെയ്തു SO4 എന്ത് ചെയ്തു ഫ്ലോ ചെയ്തു. ഓക്കെ, ഇനി കെമിക്കൽ റിയാക്ഷൻ എന്താണ് സംഭവിക്കാൻ നോക്കാം. നമുക്ക് ഇവിടെ PbSO4 പ്ലസ് എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം H2O പ്ലസ് SO4. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. Pb ഈ രണ്ട് ഓക്സിജനും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം PbO2 പ്ലസ്. ക്ലിയർ ആയോ. ഈ Pb ഇവിടുത്തെ രണ്ട് ഓക്സിജനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ PbO2 കിട്ടി.
ഇനി നോക്കാം ഈ H2SO4 നമുക്ക് എന്ത് കിട്ടി? H2SO4 ഫോം ചെയ്തു. അപ്പൊ ഈ H2 ഈ SO4 ചേർന്ന H2SO4 പ്ലസ് ഈ H2SO4 ചേർന്ന് കഴിഞ്ഞാൽ H2SO4. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം PbO2 പ്ലസ് 2H2SO4. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഫോർമുല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പഴയ ഫോമിലേക്ക് വീണ്ടും എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. കണ്ടോ, കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആയിട്ട് എന്ത് ചെയ്തു? ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ ഫൈനൽ ഫോർമുല നോക്കുക, PbO2 എന്ന് വെച്ചാൽ എന്താ? പഴയ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് തന്നെ വീണ്ടും എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. പ്ലസ് 2H2SO4 എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? വീണ്ടും അവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്തേ? സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ ഉണ്ടായിരുന്ന എല്ലാം വീണ്ടും എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്ത് വീണ്ടും എന്തായിട്ട് മാറി? സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു അല്ലെ? അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമ്മുടെ വോൾട്ടേജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്തു? മനസ്സിലായി. അപ്പൊ നോക്കുക, കാഥോഡിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പോഞ്ചി ലെഡും സൾഫ്യൂരിക് ആസിഡും, അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെഡ് പെറോക്സൈഡും സൾഫ്യൂരിക് ആസിഡും വീണ്ടും എന്ത് ചെയ്തു? പഴയ ഫോമിലേക്ക് തന്നെ എന്ത് ചെയ്തു? മാറുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സിബിൾ ആയിട്ട് ഇവിടെ നടന്നോ അല്ലെ? പഴയ ഫോമിലേക്ക് തന്നെ വീണ്ടും എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അപ്പൊ നമുക്ക് വീണ്ടും എന്ത് ചെയ്തു? വോൾട്ടേജ് ഫോം ചെയ്തു. അപ്പൊ ബാറ്ററി എന്ത് ചെയ്തു? ചാർജ്. വീണ്ടും എനർജി എന്താ ചെയ്യുന്നത്? ഈ ചാർജിങ് ചെയ്യുമ്പോൾ എനർജി എന്ത് ചെയ്യും? ഈ ബാറ്ററിയിൽ സ്റ്റോറിംഗ് ആയിട്ട് എന്ത് ചെയ്തു? നടന്നു. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും? ഒന്നാമത്തെ കാര്യം, ചേഞ്ച് കളർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലേ? അതായത് നേരത്തെ വൈറ്റ് ആണെങ്കിൽ PbO2ന്റെ കളർ എന്താ? ഡാർക്ക് ബ്രൗൺ. അപ്പൊ വീണ്ടും പഴയ ഫോമിലേക്ക്. അതുപോലെ ഇവിടുത്തെ കളർ എന്തായിരുന്നു? വൈറ്റ് ആയിരുന്നു. Pbയുടെ കളർ എന്തായിരുന്നു? ഗ്രേ കളറാണ്. അപ്പൊ വീണ്ടും എന്ത് ചെയ്തു? കളർ ചേഞ്ച് ചെയ്തു. അപ്പോൾ വോൾട്ടേജ് ചാർജിങ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യും? കളർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തു. ഇനി എന്തായിരുന്നു സംഭവിച്ചത്? രണ്ട് പ്ലേറ്റ് എന്തായിട്ട് മാറും? PbSO4ഉം Pb ആയിട്ട് മാറും. നേരത്തെ PbSO4 ആയിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു? PbO2ഉം അതുപോലെ സ്പോഞ്ചി ലെഡും ആയിട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. അതുപോലെ എനർജി എന്താ ചെയ്യുന്നത്? സ്റ്റോർ ആണ് ചെയ്യുന്നത്. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. കാരണം എന്താണ്? H2SO4 എന്ത് ചെയ്തു? വരുന്ന പോലെ നേരത്തെ വാട്ടർ ആയിരുന്നു, ആ വാട്ടർ മാറി, വാട്ടറിനെ അബ്സോർവ് ചെയ്ത് അവിടെ എന്ത് മാറി? എന്തായിട്ട് വന്നു? സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്തു. അതുപോലെ വോൾട്ടേജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇത്രയും ഫിസിക്കൽ ചേഞ്ചസ് ആണ് നമ്മുടെ സെല്ലിന്റെ ചാർജിങ് സമയത്ത് നടന്നത്. അപ്പൊ ഇതാണ് നമ്മളെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ വർക്കിംഗ്. അപ്പൊ നിങ്ങൾ ഡിസ്ചാർജിങ് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം അതാണ്. രണ്ടും PbSO4 ആയിട്ട് മാറും. അതുപോലെ ചാർജിങ് ചെയ്യുന്ന സമയത്ത് വീണ്ടും PbO2ഉം അതുപോലെ സ്പോഞ്ചി ലെഡും ആയിട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇതാണ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ വർക്കിംഗ്. അപ്പൊ ശ്രദ്ധിക്കാം, വർക്കിങ്ങിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം: ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും. അതിൽ വരുന്ന കെമിക്കൽ ഫോർമുല ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. താങ്ക് യു.